നമസ്കാരം പ്രിയമുള്ളവരെ. ഈ അവസരത്തിൽ ലോകം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ ഇസ്രായേലി എംബസിയിൽ ജോലി ചെയ്യുന്ന ദമ്പതികളെ ഒരാൾ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയാണ്. ജൂത മ്യൂസിയത്തിനടുത്ത് നടന്നു പോകുന്നതിനിടയിൽ ഫാലസ്തീൻ ലിബറേഷൻ എന്ന മുദ്രാവാക്യം വിളിച്ച ഒരാൾ, അയാളുടെ പേര് ഏലിയാസ് റോഡ്രിഡ്ജ് എന്നാണ്. അയാളാണ് ഇസ്രായേലി ദമ്പതികളെ വെടിവെച്ചു കൊന്നത് എന്നാണ് BBC, CNN മുതലായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇയാൾക്ക് ഫലസ്തീനുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇയാളുടെ പേര് ഏലിയാസ് റോഡ്രിഡ്ജ് എന്നാണ്. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇയാൾ മെക്സിക്കൻ ജൂതനാണ് എന്നാണ്. പക്ഷേ കേരളത്തിലെ ചില മാധ്യമങ്ങൾ വർഗീയ വിഷം കലർന്ന ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ഈ വെടിവെച്ച് കൊന്ന ആൾക്ക് ഫലസ്തീനുമായിട്ടോ ഒരു പ്രത്യേക മതവിഭാഗമായിട്ടോ ഒരു ബന്ധവുമില്ല. പക്ഷേ കേരളത്തിലെ ചില വിദ്വേഷക യൂട്യൂബർമാർ ഇത് ഒരു പ്രത്യേക രീതിയിൽ വഴിതിരിച്ചു വിട്ടൊക്കെ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ ഈ പറയാറുള്ളത് പോലെ ഈ പാലുണ്ടെങ്കിലും കൊതുകിന് ചോര തന്നെയാണ് അകിട്ടിൽ ലക്ഷ്യമെന്ന് പറയുന്നത് പോലെയാണ്. കാരണം ഈ കാര്യങ്ങൾ പോലും വല്ലാതെ ഒരു ഗൂഢലക്ഷ്യത്തോടു കൂടി വളച്ചൊടിക്കുന്നു എന്നത് വളരെ വിരോധാഭാസവും സങ്കടകരവുമാണ്. കാരണം നിരപരാധികളായ രണ്ടുപേർ കൊല ചെയ്യപ്പെട്ടു. കൊല ചെയ്ത ആൾ മെക്സിക്കൻ ജൂതനാണെന്ന് പറയുന്നു. പക്ഷേ ചില യൂട്യൂബർമാർ അത് പർപ്പസ്ഫുള്ളി വേർതിരിച്ച് ഡൈവേർട്ട് ചെയ്ത് മറ്റു ചിലരുടെ തലയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊന്ന്, നയതന്ത്ര പ്രതിനിധികളെ ഇസ്രായേൽ വെടിവെച്ച് ഓടിച്ചു എന്ന വാർത്തയാണ്. 31 രാജ്യങ്ങളിലെ അംബാസിഡർമാർ ഗസയിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി, തെളിവെടുപ്പിന് വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ അവർക്ക് നേരെ വെടിയുതിർത്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇസ്രായേലി സൈന്യം വെടിവേടിച്ച് ഈ നയതന്ത്ര പ്രതിനിധികൾ, 31 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഓടി എന്ന വാർത്തയും പുറത്തു വരികയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളാണ് നടക്കുന്നത്, വലിയ വാഗ്വാദങ്ങളാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു രാജ്യവും ചെയ്യാത്ത കാര്യമാണ്. കാരണം ഗസയിൽ തെളിവെടുപ്പിന് വന്ന 31 രാജ്യങ്ങളിലെ അംബാസിഡർമാർക്ക് നേരെ, നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ, അതിൽ അംബാസിഡർമാരും തലമുതിർന്ന നയതന്ത്ര പ്രതിനിധികൾക്കും ഉണ്ടായിരുന്നു, അവർക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു എന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേൽ ഇതിന് പറയുന്ന ന്യായീകരണം, തങ്ങൾ ഈ തെളിവെടുപ്പിന് വേണ്ടി കുറച്ച് പ്രദേശങ്ങൾ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും കഴിഞ്ഞ് UN പ്രതിനിധികൾ മറ്റു പ്രദേശങ്ങളിലേക്ക് തെളിവെടുക്കുന്നതിന് വേണ്ടി പോയപ്പോഴാണ് തങ്ങൾ വെടിയുതിർത്തതെന്നാണ്. എന്തൊരു വിരോധാഭാസമെന്ന് നോക്കണേ. കാരണം ഗസയിലും ഇസ്രായേൽ മനുഷ്യവേട്ട തുടരുകയാണ്. പച്ചയായ മനുഷ്യാവകാശ ലംഘനങ്ങളും വംശീയ ഉന്മൂലീകരണങ്ങളും നടത്തുകയാണ്. അപ്പോൾ അന്താരാഷ്ട്ര പ്രതിനിധികൾക്ക് ഇസ്രായേൽ തന്നെ തീരുമാനിച്ചു കൊടുക്കുകയാണ്, ഈ പ്രദേശങ്ങളിലൊക്കെ പോയി, ഇത്തരം പ്രദേശങ്ങളിലൊക്കെ പോയി, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പോയി നിങ്ങൾ തെളിവെടുപ്പ് നടത്തിയാൽ മതിയെന്ന്. അത് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഈ പ്രതിനിധികൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നേരെയും വെടിയുതിർക്കുന്ന വളരെ വിരോധാഭാസപരമായ ഒരു സന്ദർഭമാണ് ഇസ്രായേൽ വെച്ചു പുലർത്തുന്നത് എന്നത് വലിയ ദുഃഖകരമായ വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ അന്തർദേശീയ തലത്തിൽ ഉയരുന്നുണ്ട്. മിക്ക രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ അംബാസിഡർമാരെയൊക്കെ വിളിച്ചു വരുത്തി ഇതിന് വിശദീകരണം ചോദിക്കുന്നുണ്ട് എന്ന വാർത്ത പുറത്തു വരികയാണ്. ഒപ്പം UK നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. UK പാർലമെന്റിൽ ഇസ്രായേൽ എതിരെ പൂർണ്ണ ഉപരോധം എന്ന് പറയുന്ന പ്രമേയം അത് അംഗീകരിക്കപ്പെട്ടു എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് അവിടുത്തെ ഭരണപക്ഷമായ ലേബർ പാർട്ടിയും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടിയും ഒന്നിച്ചാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ച് പ്രമേയം പാസ്സാക്കിയത് എന്നാണ്. മിക്കപ്പോഴും ഈ രണ്ടു പാർട്ടിയുടെയും പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ആവശ്യമാണെന്നാണ്. കേവലം ഈ ഉപരോധത്തിനപ്പുറം, വ്യാപാര ഉപരോധത്തിനപ്പുറം കൂടുതൽ ശക്തമായ നടപടികൾ വേണമെന്നാണ് UK പ്രതിപക്ഷവും ഭരണപക്ഷവും ആവശ്യപ്പെടുന്നത് എന്നൊരു പ്രത്യേകത കൂടിയാണ്. എന്തായാലും മറ്റൊരു വാർത്തയും കൂടി പുറത്തു വരികയാണ്. അത് അമേരിക്കയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ചർച്ചയുമായി ബന്ധപ്പെട്ടാണ്. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് രാമോപോസ ഇപ്പോൾ അമേരിക്കയിലാണുള്ളത്. അദ്ദേഹവുമായുള്ള ചർച്ചയിൽ പരസ്യമായി തന്നെ ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർക്കെതിരെ അവിടെ നടക്കുന്ന ചില പീഡനങ്ങളെ, അല്ലെങ്കിൽ അത്തരം വെളുത്ത വർഗ്ഗക്കാർ ദക്ഷിണാഫ്രിക്കയിൽ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ഡൊണാൾഡ് ട്രംപ് ക്ഷുഭിതനായി എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഈ റമോപോസയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ തന്നെ പരസ്യമായി തന്നെ റമോപോസയുമായി ഇതുമായി വാഗ്വാദത്തിലേർപ്പെടുന്ന വീഡിയോകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയാണ്. നേരത്തെ നമ്മുടെ ഉക്രൈൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസ് സന്ദർശിച്ച അവസരത്തിലും ഇങ്ങനെ ഉക്രൈൻ പ്രസിഡന്റ് ആയിട്ട് ഇങ്ങനെ ഒരു സംവാദത്തിൽ അദ്ദേഹം പുടിൻ വളരെ രൂക്ഷമായി വാഗ്വാദത്തിലേർപ്പെടുന്ന വീഡിയോകളും പ്രചരിച്ചിരുന്നു. എന്തായാലും
ട്രംപിൻ്റെ ഈ വാഗ്വാദങ്ങളൊക്കെ അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചയാകുന്നു എന്നാണ്. കാരണം ഈ അന്തർദേശീയ തലങ്ങളിലൊക്കെ നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും രാഷ്ട്രത്തലവന്മാരൊക്കെ വളരെ കൈകൊടുത്ത് ചിരിച്ചുകൊണ്ട് പോകുന്ന ഒരു ഏർപ്പാടുള്ളത്. അതിനപ്പുറം ഇപ്പോൾ ട്രംപ് തൻ്റെ വൈകാരിക തലങ്ങൾ കൂടി ചർച്ചയ്ക്കിടയിൽ പ്രകടിപ്പിക്കുന്നു എന്നൊരു വസ്തുത വലിയ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ട്രംപിനുള്ള മാനസിക അവസ്ഥ ഈ ചർച്ച ചെയ്യാൻ വരുന്ന ആളുകളോടിടയ്ക്കും ഒക്കെ ട്രംപ് പ്രകടിപ്പിക്കുന്നു എന്ന വാർത്തയും ഒക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യണം. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ വാഷിങ്ടണിൽ നടന്ന വെടിവെപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ മെക്സിക്കൻ ജൂതവംശനായ ഏലിയാസ് റോഡ്രിച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇസ്രായേലി ദമ്പതികളെ വെടിവെച്ച് കൊന്നത് എന്ന സ്ഥിരീകരണമാണ് ലഭിക്കുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ചാനൽ ഈ പർപ്പസ്ഫുള്ളി പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഈ ചാനലിനെ നിലനിർത്തുന്നത്. എനിക്ക് നേരത്തെ നല്ലൊരു ചാനൽ ഉണ്ടായിരുന്നതാണ്, ഏകദേശം 10-35,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് മാസ് റിപ്പോർട്ടിംഗ് കൊണ്ട് പൂട്ടുന്ന ഒരവസ്ഥ ഉണ്ടായി. ദയവായി നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഈ ചാനലിനെ നിലനിർത്തുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.